ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോസ്റ്റ് മെക്കോവ. അപ്പോൾ ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ 2D എഡിറ്റിംഗ് ടൂൾസിൽ വരുന്ന കുറച്ച് ടൂളുകളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് നമ്മുടെ ഫില്ലറ്റ്, ചാംഫർ, ദെൻ ട്രിമ്മിങ് എങ്ങനെ ചെയ്യാം. ഈ 3 കണ്ടീഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫില്ലറ്റ് ആൻഡ് ചാംഫർ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാനൊരു റെക്റ്റാങ്കിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഞാനിത് ജസ്റ്റ് ഒന്ന് ഡയമെൻഷൻ കൊടുത്ത് ഡിഫൈനും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡയമെൻഷൻ കൊടുത്ത് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിന് ഫില്ലറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്കെച്ച് ടാബിനകത്ത് ഇവിടെ ഉണ്ടാവും സ്കെച്ച് ഫില്ലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫില്ലറ്റും ഉണ്ട്, ചാംഫറും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫില്ലറ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ എൻറ്റിറ്റീസ് സെലക്ട് ചെയ്ത് കൊടുക്കണം, അതായത് എവിടെയാണ് ഫില്ലറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കോർണറിലാണ് നമ്മൾ ഫില്ലറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ട 2 രീതിയിൽ സെലക്ട് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കോർണർ പോയിന്റ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഈ 2 അഡ്ജസൻറ്റ് ലൈൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 2 രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്നിട്ട് നിങ്ങളിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ആവും, അവിടെ ഫില്ലറ്റ് ക്രിയേറ്റ് ആവും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫില്ലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫില്ലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇവിടെ കണ്ട ഡയമെൻഷൻ ഈച്ച് ഫില്ലറ്റ്, ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഫില്ലറ്റിനും സെപ്പറേറ്റ് ഡയമെൻഷൻസും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫില്ലറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി അടുത്ത ടൂളാണ് എന്ത്, ചാംഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാംഫർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു 4 മെത്തേഡ് ഉണ്ട്. നമുക്കൊരു ആംഗിള്, ദെൻ ഡിസ്റ്റൻസ്, ഇത് രണ്ടും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസ്റ്റൻസ് തന്നെ 2 സൈഡിലേക്കും കൊടുക്കാം. അത് ഈക്വലി കൊടുക്കാം, അൺഈക്വലായിട്ടും കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ 4 മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതും അതുപോലെ തന്നെ നിങ്ങൾ കോർണർ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ കണ്ട ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഞാൻ ഈ കോർണർ പിക്ക് ചെയ്തു. ഇവിടെ ഞങ്ങൾക്ക് 2 സൈഡിലേക്കും ഈക്വലി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ ഈക്വൽ എന്ന് പറയുന്നത് അൺടിക്ക് ചെയ്തിട്ട് അടുത്തൊന്നും ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ കണ്ട, ഇവിടെ എനിക്ക് സെയിം ഈക്വൽ തന്നെയാണ് ക്രിയേറ്റ് ആയത്. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഡയമെൻഷൻ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ സമയത്ത് എനിക്ക് എന്താവും, ഇത് രണ്ടും ഒരുമിച്ച് ചേഞ്ച് ആവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സെപ്പറേറ്റ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? ഇതാണ് ഈക്വൽ ആൻഡ് അൺഈക്വൽ ചാംഫർ എന്ന് പറയുന്നത്. പിന്നെ ആംഗിൾ, ഡിസ്റ്റൻസ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, ഒരു മിനിറ്റടാ, ആംഗിൾ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഞാൻ ഇവിടെ പിക്ക് ചെയ്യും. കേട്ടോ, ഒരു ഡയറക്ഷനിൽ ഡിസ്റ്റൻസും ദെൻ 45 ഡിഗ്രി ആംഗിൾ, എത്രയാണോ നമുക്ക് വേണ്ടത് ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫില്ലറ്റ് ആൻഡ് ചാംഫർ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്, അല്ലെങ്കിൽ 2 ടൂളുകൾ വരുന്നത്. ഇത് ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് ടൂള് നമ്മുടെ ട്രിം ടൂളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ട നമ്മുടെ ഈ ടാബിനകത്ത് ട്രിം എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ഇവിടെ നമുക്ക് ടൂൾ അവൈലബിൾ ആണ്. ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്കെച്ച് ഞാനിവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് റഫായിട്ട്, അതായത് നമുക്കൊരു കുറച്ച് ടൈപ്പ് ഓഫ് ട്രിമ്മിങ് മെത്തേഡ്സ് ഉണ്ട് ഇതിനേരെ. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്കെച്ചസ് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സംഭവം വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ട്രിം എന്ന് പറയുമ്പം ഞാൻ ട്രിം ടൂൾ എടുക്കുന്ന സമയത്ത് ഇവിടെ കണ്ട, ഇവിടെ നിങ്ങൾക്കൊരു 5 ടൈപ്പ് ഓഫ് ട്രിമ്മിങ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റത്തെ നമ്മുടെ ഓപ്ഷനാണ് ഈ പവർ ട്രിം എന്ന് പറയും. ഇപ്പോൾ ഈ പവർ ട്രിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പവർ ട്രിം. അതായത് പവർ ട്രിം, അതാണ് നമുക്ക് ഇവരെ ഡിഫോൾട്ടായിട്ട് ട്രിം ആക്ടിവേറ്റ് ആവുന്നത്. ഏതാണ് പവർ ട്രിം. അതായത് നിങ്ങൾക്ക് എവിടെയാണോ ട്രിം ഉണ്ടത്, അത് ജസ്റ്റ് നിങ്ങളുടെ മൗസ് സെലക്ട് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. മനസ്സിലായി? അതായത് നിങ്ങളുടെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലൈൻ ക്രിയേറ്റ് ആവും. ഈ ലൈനിൽ പോകുന്ന എല്ലായിടത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് നോക്കിക്കോ, എനിക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ട്രിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ പവർ ട്രിം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, വളരെ സിമ്പിളാണ് പവർ ട്രിം. ഓക്കെ, അടുത്തൊരു ഓപ്ഷനാണ് കോർണർ
എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കോർണർ എന്ന് പറയുമ്പം ഇപ്പം ഇവിടെ നോക്കിക്കോ, എനിക്കിപ്പം ഈ ഒരു കോർണർ എനിക്കിവിടെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് കിട്ടണം. അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത്, അത് ഞാൻ വേറൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എനിക്ക് ഈ ഒരു കോർണർ എനിക്ക് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഞാൻ കോർണർ ട്രിം എടുത്തിട്ട് എൻ്റെ ഫസ്റ്റ് ലൈൻ ഞാൻ സെലക്ട് ചെയ്തു, എൻ്റെ സെക്കൻഡ് ലൈൻ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, കണ്ടോ, എൻ്റെ അവിടെ കോർണർ അവിടെ ക്ലോസ് ചെയ്തിട്ട് ബാക്കിയുള്ള എക്സ്റ്റൻഷൻസ് അവിടെ കട്ടായിപ്പോയി. അത് എങ്ങനെയാണ് കട്ടായി പോകുന്നത് വെച്ചാൽ നിങ്ങളുടെ സെലക്ഷനാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഈ 2 ലൈൻ സെലക്ട് ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട കോർണർ, അല്ലെങ്കിൽ ആ ജോയിൻ ആവുന്ന കോർണർ അവിടെ ക്രിയേറ്റ് ആയി. ഇപ്പോൾ ഞാൻ മുകളിലുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏതാണോ എൻ്റെ സെലക്ഷൻ അവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ലൈൻസ് ആയിരിക്കും എനിക്ക് അവിടെ കോർണറായിട്ട് ക്രിയേറ്റ് ആവുന്നത്. ഇതാണ് കോർണർ ട്രിം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, തേർഡ് മെത്തേഡാണ് ട്രിം എവേ ഇൻസൈഡ്. അപ്പം ഈ ട്രിം എവേ ഇൻസൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു ബൗണ്ടറി വേണം. ഓക്കെ, അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ ഈ ഒരു ലൈനും സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ സെലക്ട് ചെയ്ത ഈ 2 ലൈനുകളാണ് എൻ്റെ എന്ത് ബൗണ്ടറീസ്. അപ്പം ഇതുമായി, അല്ലെങ്കിൽ ഈ 2 ലൈനിനെ ക്രോസ് ചെയ്യുന്ന ലൈൻസ് ഞാൻ ട്രിം ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് എന്തായി, ആ ഒരു ബൗണ്ടറീൻ്റെ ഉള്ളിലുള്ള ആ ലൈൻ എനിക്ക് ട്രിം ആയി പോകും. പുറത്തെ എക്സ്റ്റൻഷൻ എങ്ങനെ തന്നെ നിൽക്കും, അതുപോലെ തന്നെ നിൽക്കും. അത് ട്രിം എവേ ഇൻസൈഡിലുള്ള കണ്ടീഷൻസ് എല്ലാം എന്തായി പോവും, ട്രിം ആയി പോകും. ഓക്കെ, അതാണ് കൺസെപ്റ്റ്. അടുത്തത് ട്രിം എവേ ഔട്ട്സൈഡ് ആണ്. ഇപ്പോൾ സെയിം സെക്ഷൻ ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഇത് നോക്കിയോ, ഉണ്ടോ, ഈ എല്ലാ ലൈൻ്റെയും ആ ബൗണ്ടറിയുടെ പുറത്ത് വരുന്ന സംഭവം കട്ടായി പോകും. സിമ്പിൾ കൺസെപ്റ്റാണ്. അതൊരു ബൗണ്ടറി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനം വേണം, പുറത്തുള്ള സാധനം വേണം, ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അത് ട്രിം ടു ക്ലോസസ്റ്റ്. ഈ ട്രിം ടു ക്ലോസസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സിംഗിളായിട്ട് എന്ത് ചെയ്യണം, അത് നിങ്ങൾക്ക് സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്താണോ ക്ലിക്ക് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ട്രിം ചെയ്ത് ഒഴിവാക്കാനുള്ള ഓപ്ഷനാണ് എന്ത്, ട്രിം ടു ക്ലോസസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇവിടെ അടിയിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഉണ്ടോ, കീപ് ട്രിമ്മിങ് എൻറ്റിറ്റീസ് ആസ് കൺസ്ട്രക്ഷൻ ജോമെട്രി. അപ്പോൾ ഇത് നമുക്ക് എവിടെ യൂസ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോ, ഇപ്പം ഞാനൊരു ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്തു, ആ ഡ്രോയിങ്ങിൽ ഞാൻ ഡിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വരുന്ന സാധനം നിങ്ങൾക്ക് ട്രിം ചെയ്ത് കളയണം. ഓക്കെ, ആ സമയത്ത് നിങ്ങളിങ്ങനെ ട്രിം ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അവിടെ ഓവർ ഡിഫൈൻ ആവുകയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് ഓൺ ചെയ്തിടുക. അതായത് ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ട്രിം ചെയ്യുന്ന ലൈൻ അവിടെ നിന്ന് റിമൂവ് ആവത്തില്ല. അവിടെ എന്താവും, കൺസ്ട്രക്ഷൻ ലൈനായിട്ട് അവിടെ തന്നെ ക്രിയേറ്റ് ആവും. അതായത് ഇപ്പം ഓവർ ഡിഫൈൻ വരാൻ കാരണം ആ ലൈൻ അവിടെ നിന്ന് റിമൂവ് ആകുമ്പോൾ അവൻ്റെ കൺസ്ട്രെയിൻ എന്താവും, ഓവർ ഡിഫൈൻ ആവുന്നതാണ്. അപ്പോൾ ആ ലൈൻ റിമൂവ് ചെയ്യാണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, കൺസ്ട്രക്ഷൻ ആക്കും. അപ്പോൾ അവിടുത്തെ ആ ഒരു കൺസ്ട്രെയിൻ എന്താവത്തില്ല, ബ്രേക്ക് ആവത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താവും, നമുക്കവിടെ എററില്ലാണ്ട് ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് 4 ടൈപ്പ് ഓഫ് ട്രിമ്മിങ് മെത്തേഡ് വരുന്നത്. പിന്നെ ഇവിടെ ഉണ്ട് ഇഗ്നോർ ട്രിമ്മിങ് ഓഫ് കൺസ്ട്രക്ഷൻ ജോമെട്രി. അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ ജോമെട്രീനെ ട്രിം ചെയ്യത്തില്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, അത് ഞാൻ അത്ര വലിയ സംഭവമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ട്രിമ്മിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇതുപോലെ തന്നെ ഇതിപ്പോൾ ഈ ഒരു ലൈൻ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം, എക്സ്റ്റെൻഡ് എടുക്കുക, സെലക്ട് ചെയ്യുമ്പോൾ എന്താവും, അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. കേട്ടോ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. ക്ലിയർ ആണ്? ഇത്രയേ ഉള്ളൂടാ, ഇത്രയേ ഉള്ളൂ ഈ ട്രിം ആൻഡ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടൂളുകളെല്ലാം മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. കീപ് ലേണിംഗ്, കീപ് ഡിസൈനിങ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.